ലൈവില് വന്നെങ്കിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ആരോടും പറയുന്നില്ല. പറയുന്നത് ഇവൻ സങ്കടപ്പെട്ടുള്ള വീഡിയോസ് ആണല്ലോ വന്നത്. കാരണം ഇവന്റെ വിഷമമായിരിക്കും. അതിപ്പോ ആരും പരിഹസിച്ചിട്ട് കാര്യമില്ല. ഒരു മനുഷ്യനാണ്. ഇപ്പൊ ഞാനാണെങ്കിലും കരയും, ആരാണെങ്കിലും സങ്കടം വന്നാൽ കരയും, അല്ലേ? അപ്പൊ അതില് കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞ മാങ്ങൻ കരഞ്ഞു വീടിയിട്ടു അവന്റെ സങ്കടം പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാത്തൊരു തെറ്റിന് പറഞ്ഞപ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു കുടുംബം പോലെ, സ്വന്തം ചേട്ടന്മാരെ പോലെ കണ്ടതാണ് അവര്. കാരണം ഞാൻ എന്റെ കുഞ്ഞുനാൾ തൊട്ട് ഫുഡ് കഴിക്കാൻ അവിടെയാണ് പോകുന്നത്. അപ്പോൾ എത്ര വർഷം ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളത് അറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ മോശപ്പെട്ട രീതിയിലാണെങ്കിൽ എത്രയോ വർഷം മുമ്പ് അടി ഉണ്ടാവണ്ടേ, ബഹളം ഉണ്ടാവണ്ടേ അവിടെ? ആണോ ഇല്ലയോ? ഞാൻ അവിടെ 24 മണിക്കൂറും ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. അതായത് നേരത്തെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടായിരുന്നെങ്കിൽ ആ കടയിൽ നിന്ന് എനിക്ക് പിന്നെ പോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഇടയിൽ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറയാം. ആ വീഡിയോ കാണുന്നവർ പൊട്ടന്മാരാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഏതോ ഒരുത്തൻ എഴുതിയിട്ടുണ്ട്, കാരണം ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോ ആണെന്നുള്ളത്, കഴിച്ചിട്ടുള്ളതാണ്, ഞങ്ങൾ കാശ് കൊടുത്തില്ല എന്നുള്ളത്. അതിനകത്ത് പറയുന്നുണ്ട്, തെറി പറഞ്ഞതിൻ്റെ ഉള്ള സംഭവമാണ്, ആ വിഷയം ഉണ്ടായിരുന്നതിനകത്ത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഫുഡ് കഴിച്ചിട്ട് കൊടുത്തിട്ടുള്ള എന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുവാട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണ് ഈ വീഡിയോ പിടിച്ചത്. അപ്പോൾ ഞാനൊന്നും കാര്യമാക്കി എടുത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു പിടിക്കുന്നത്. അത് ഞാൻ കാര്യമാക്കി എടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു വലിയ വിഷയത്തിലേക്ക് പോകുന്നില്ലോ. പക്ഷേ ഇവനത് എടുത്തിട്ട് അവിടെ നിൽക്കുന്ന അവനാണ് ആ വീഡിയോ ഇതാക്കിയത്. അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ആ വീഡിയോ പുറത്തു വന്നപ്പോൾ ഞങ്ങളെ ബാധിച്ചു, ആ കടക്കാരെ ബാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഉന്തും തള്ളും നടന്നപ്പോൾ നമ്മൾ മനുഷ്യരാണ്. ചിലപ്പോൾ ഒരു പക്ഷെ നമുക്കൊരു ദേഷ്യമുള്ള ടൈമാണെങ്കിൽ നമ്മളും തിരിച്ചൊന്ന് തള്ളിന്നിരിക്കട്ടെ. അപ്പൊ ആ വീഡിയോ വരുമ്പോൾ അവർ നാണം കെട്ട് പോയില്ലേ? ഇല്ലേ? പക്ഷെ നമ്മള് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി ഞങ്ങൾ വഴുക്കുണ്ടാക്കാൻ പോയതാണെങ്കിൽ അങ്ങനെയല്ല വീഡിയോയിൽ വന്നത്. ഞങ്ങൾ അങ്ങോട്ട് അതുപോലെ പ്രതികരിക്കും ആ വീഡിയോയില്, അല്ലേ? വഴക്കുണ്ടാക്കുവാണെങ്കിൽ ഞങ്ങളും പ്രതികരിക്കും. പക്ഷെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തന്നെയാണ് പോയത്. എന്നിട്ടും എനിക്ക് പഴക്കം ഉണ്ടായില്ല. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളോടും അനിയനെന്റെ ഫ്രണ്ടാണ്, അവനോട് ഞാൻ പറഞ്ഞു, എടാ കാരണം എനിക്ക് കുഴപ്പമില്ല, എന്തായാലും അത് സംഭവിച്ചു, എനിക്ക് ഇനിയും അവിടെ പോകണം, ഭക്ഷണം കഴിക്കണം, നല്ല ഹാപ്പി ആയിട്ട് പോകണം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും ഈ ഇടയിൽ ഇന്നലെ 2 ആഴ്ച മുമ്പ് ഉണ്ടായ സംഭവമാണെന്ന് ഓർക്കണം കേട്ടോ. ഇത് നടന്ന 2 ആഴ്ച മുമ്പ്, ഇന്നലെയാണ് വീഡിയോ വരുന്നത്. ഇന്നലെ വീഡിയോ വന്നപ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു ഇതുണ്ട്. കാരണം ചിലവരെ പരിഹാസമായിട്ടുള്ള രീതിയിൽ ചിലവർ പറയാം, നിങ്ങൾ തല്ലു കൊണ്ടുപോയില്ലേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, തല്ലു കൊണ്ടു, അതിന് നിനക്കെന്താ കുഴപ്പം? തല്ലുകൊണ്ടെങ്കിൽ ഞങ്ങളുടെ കൊള്ളണം, അതല്ലേ? എന്റെ കൈക്ക് എന്നെ വേദന ആണോ? എനിക്ക് പോയി ഉഴിച്ചിൽ ചെയ്യണം. കാരണം എന്റെ കൈക്കിട്ട് ഇടിയിട്ടാറേ അതുപോട്ടെ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ആ വീഡിയോ കണ്ടവർക്ക് അറിയാം എന്താണ് നടന്നേക്കണമെന്ന് ആ വീഡിയോയിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടന്നൊരു കാര്യം കൂടി പറയാൻ പെട്ടെന്ന്. എന്താണ് സംഭവിച്ചതെന്ന് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിശ്വസിക്കുക. കാരണം വേറെ ഒന്നുകൊണ്ടല്ല. കാരണം ഇപ്പോൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചില കോപ്രായങ്ങൾ കാണിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടാണ് എടുക്കത്തില്ല, നെഗറ്റീവായിട്ട് എടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിശ്വസിക്കുക. ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയി സമയത്ത് മാഹിന്റെ പോലുള്ളൊരു കമന്റ് വന്നു. അതിനെതിരെ ഒരു വീഡിയോ ഇടണമെന്ന് ബാബുരാജ് എന്ന് പറയുന്ന നമ്മുടെ കൂടെ വന്നവനോട് പറഞ്ഞു. അപ്പോൾ ആ കമന്റ് വായിച്ചു കൊടുത്തപ്പോൾ ഞങ്ങൾ ഉച്ചത്തിൽ തെറി പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഉച്ചത്തിൽ തെറി പറഞ്ഞെങ്കിൽ CCTVയിൽ ഉള്ളൊരു ഫുട്ടേജെങ്കിലും കിട്ടത്തില്ലേ? ഉച്ചയ്ക്ക് തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ ഒരിക്കലും ഉച്ചത്തിൽ തെറി പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്റ്റാഫ് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്താണ് സ്റ്റാഫല്ല ഓണർ വന്നിട്ട് ചോദിച്ചു, എന്താണ് ഇവിടെ നിന്ന് തെറി പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ എപ്പോഴാണ് തെറി പറഞ്ഞെന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ സ്റ്റാഫായി ബിജു എന്ന് പറഞ്ഞ ആൾ ഇടപെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തെറി പറഞ്ഞെന്ന് പറയും. തെറി പറയുന്ന പറയുമ്പോൾ ഞങ്ങൾ ബിജുവിനോട് പ്രതികരിച്ചു, അല്ലേ? ബിജുവിനോട് പ്രതികരിച്ചപ്പോൾ ആ മുതലാളി, അതായത് എൻ്റെ ഓണർ ബിജുവിനെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, പുള്ളി കയറി പിടിച്ച ഒരു സംഭവമാണ് ആ വീഡിയോ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈ ബിജുവിനെ ഞാൻ പിന്നെ പോയി കണ്ടപ്പോൾ ബിജുവിൻ്റെ അടുത്ത് പറഞ്ഞത് എന്നാണെന്നറിയാം, അഭിലാഷ് തെറി പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരം പറയുന്നവരെ എന്ത് വിളിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് ആണല്ലോ. 2 തരം പറയുന്ന ബിജുവിനെ ഞാൻ എന്ത് വിളിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ പുറത്തു. 2 തരം പറയുന്ന ബിജു, അതായത് സ്റ്റാഫ് ബിജു, അവിടെ പണിക്കാരനായ നന്ദനം ഹോട്ടലിൽ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇടുക്കിക്കാരൻ ബിജു 2 തരം കാണിച്ചപ്പോൾ അവനെ എന്ത് വിളിക്കണം? അപ്പോൾ അന്നേരം ഞാൻ ചോദിച്ചു, ഇയാളുടെ വായിൽ പഴം വരും വിഴുങ്ങി വെച്ചേക്ക് പറഞ്ഞു, അന്നേരം പറയാൻ പാടാറെന്ന് ചോദിച്ചു. പറഞ്ഞു, അഭിലാഷ് ഞാൻ പറയുന്നുണ്ട്, ചേട്ടനോട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മിസ്റ്റേക്ക് വന്നാലും ഇനിയിപ്പോൾ സ്റ്റാഫിനെ ന്യായീകരിച്ച് ഞങ്ങൾ തെറി പറഞ്ഞു എന്നും വേറെ എന്തെങ്കിലും അവർ പറഞ്ഞു വരുത്തും, അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ വീഡിയോ വന്നാലും ഞങ്ങൾക്കൊന്നുമില്ല, അതവിടെ തീർന്നു. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ എടുത്തിട്ട് തന്തയില്ല കാണിച്ചവനോടൊരു കാര്യം പറയാം. കാരണം അത് നിങ്ങളെ കൂടെ ബാധിച്ചു എന്തായാലും. പിന്നെ ഒരു കാര്യം, ഈ അന്നേരം നമ്മൾ പ്രതികരിച്ചില്ല, നമ്മുടെ മേത്തേക്ക് കയറാൻ വന്നപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ല. കാരണം ഒരു ജ്യേഷ്ഠനെ പോലെ കണ്ടു നിന്നു. അദ്ദേഹത്തിനാണ് എന്തോ ഓപ്പറേഷനോ കാര്യങ്ങളൊക്കെ സർജറി കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ആ ഒരു സെന്റിമെന്റ്സും എല്ലാ രീതിയിലും നമ്മൾ അങ്ങനെ നിന്നു. പക്ഷെ ഇനി വല്ലൊരു പാഠം ഞാൻ പഠിച്ചു, ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് മറുപടി കൊടുത്തിട്ടേ പോവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് കൊടുക്കാൻ
സമയം കിട്ടുന്നത് മാത്രമല്ല പിന്നീട് നമ്മള് ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ ഈ വീഡിയോ വന്നപ്പോഴാണ് മനസ്സിലായത്. എന്റെ അടുത്ത് പലരും ചോദിച്ചു, അപ്പൊ നിനക്ക് ഇത്ര തണ്ടും തടിയുണ്ടല്ലോ, പിടിച്ചൊരു തള്ളെങ്കിലും കൊടുക്കാൻ പാടാറുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, എങ്കിലും ഞങ്ങൾ അത്ര രീതിയിൽ ഞങ്ങൾ വഴുക്കണ്ടാക്കാൻ പോയ ആൾക്കാരല്ല. അതുകൊണ്ടാണ് അവിടെ ആ പുള്ളിയുടെ അടുത്ത് ചേട്ടാ പോട്ടെ എന്ന രീതിയിൽ നിന്ന് ഞങ്ങൾ തെറി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഇത് നിങ്ങളോട് പറയണമെന്നുണ്ടല്ലോ. പിടിച്ചോണ്ട് കുറെ കടക്കാർ വന്നേക്കും. ഫുഡ് അതിവിടെ ഫുഡ് കഴിച്ചിട്ടില്ല, അല്ല ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കാത്തതിന്റെ പേരിലല്ല, തെറി പറഞ്ഞു എന്നുള്ളൊരു വിഷയമാണ് എടുത്തിട്ടാണ്. ഞാൻ കാര്യം പറയട്ടെ, ഇവിടെ ആരും തെറി പറയാത്തത്? എല്ലാവരും തെറി പറയും, മനസ്സിലായില്ലേ? എല്ലാവരും തെറി പറയും. ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം വരുമ്പോൾ എല്ലാവരും തെറി പറയും. ഇത് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇതായിട്ട് അവിടെ എന്തെങ്കിലും നശിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർ പ്രതികരിക്കണമെങ്കിൽ കാര്യമുണ്ട്. നിസ്സാരം തെറി പറഞ്ഞു എന്ന് പറഞ്ഞാണ് അത് സംഭവം ഉണ്ടായത്. അപ്പൊ നമുക്ക് വിഷമം വന്നുകൊണ്ട് സ്റ്റാഫിനോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞു? ചില ഹോട്ടലുകളിൽ ചില സ്റ്റാഫുകളുണ്ട്, അമ്മ കാണിക്കുന്ന പോക്കൃത്തരം ഓണർ അറിയുന്നില്ല. എന്തായാലും ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചു.